തൃശൂർ കോർപ്പറേഷൻ മേയർ എം കെ വർഗീസിനെതിരെ ആഞ്ഞടിച്ച് സിപിഐ നേതാവും മുൻ മന്ത്രിയുമായ വി എസ് സുനിൽകുമാർ. ബിജെപി സംസ്ഥാന അധ്യക്ഷനിൽ നിന്ന് മേയർ എം കെ വർഗീസ് ക്രിസ്മസ് കേക്ക് സ്വീകരിച്ചത് ആസൂത്രിതമെന്ന് വി എസ് സുനിൽകുമാർ പറഞ്ഞു. ചോറ് ഇവിടെയും കൂറ് അവിടെയുമെന്ന രീതിയാണിതെന്നും സുനിൽകുമാർ ആരോപിച്ചു. മേയറെ തുടരാൻ തീരുമാനിച്ചതാണ് പ്രശ്നമെന്നും LDFനെ പരോക്ഷമായി പഴിച്ചുകൊണ്ട് വി എസ് സുനിൽകുമാർ പറഞ്ഞു. ബിജെപിയുടെ സ്നേഹ സന്ദേശ യാത്രയുടെ ഭാഗമായി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ എം കെ വർഗീസിനെ ക്രിസ്മസ് ദിനത്തിൽ സന്ദർശിച്ച് കേക്ക് കൈമാറിയിരുന്നു. ഈ സംഭവത്തിന് പിന്നാലെയാണ് മേയർക്കെതിരെ തുറന്നടിച്ച് വി എസ് സുനിൽകുമാർ രംഗത്തെത്തിയത്. തനിക്കെതിരെയുള്ള വി എസ് സുനിൽകുമാറിന്റെ പ്രസ്താവനയ്ക്ക് വില കൽപ്പിക്കുന്നില്ലെന്ന് തൃശൂർ കോർപ്പറേഷൻ മേയർ എം കെ വർഗീസ്. താനിപ്പോൾ പൂർണ്ണമായും ഇടതുപക്ഷത്തിന്റെ കൂടെയാണ്. ഇടതുപക്ഷത്തിന്റെ താൽപര്യമാണ് തന്റെ താൽപര്യമെന്നും മേയർ എം കെ വർഗീസ് പറഞ്ഞു. പിന്നെ സുനിൽകുമാർ ഇപ്പോൾ MP ആണെങ്കിൽ MP ആണെന്ന് വിചാരിക്കുക. അദ്ദേഹം എന്താ BJP കേക്ക് കൊടുത്താൽ മേടിക്കില്ലേ? എന്തുകൊണ്ട് അങ്ങനെ കാണുന്നില്ല? ഒരു കേക്ക് എൻ്റെ വീട്ടിലേക്ക് ആര് കൊണ്ടുവന്നാലും ഞാനത് വാങ്ങിക്കില്ലേ എന്നുദ്ദേശിച്ച് ഞാനിവിടെ തന്നെ ആ പ്രസ്ഥാനത്തിലൂടെ പോയെന്നാണോ ചരിത്രം? ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. അതിപ്പോൾ സുനിൽകുമാർ അങ്ങനെ പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ സുനിൽകുമാറിന് ഇപ്പോൾ എന്തും പറയാം, കാരണം പുറത്താണ് നിൽക്കണേ. ഞാൻ ഒരു ചട്ടക്കൂടിൽ നിൽക്കുന്നതാണ്, അതും ഇടതുപക്ഷത്തിൻ്റെ ചട്ടക്കൂടിൽ ഒരുമിച്ച് വളരെ സൗഹൃദമായി ഇവിടുത്തെ പുരോഗതിക്ക് വേണ്ടി മാത്രം ഇടതുപക്ഷ പ്രസ്ഥാനം വരണമെന്ന് മുന്നിൽ കണ്ടുകൊണ്ട് പോകുന്ന ഒരു മേയറാണ് ഞാൻ. അതിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയുന്നത് തെറ്റാണ്. കാരണം ഇടതുപക്ഷത്ത് നിലനിൽക്കുന്ന ഒരാളാണത് പറയണേ, ഒരിക്കലും പറയാൻ പാടില്ലാത്തതല്ലേ. കാരണം ഇന്നേ വരെ അദ്ദേഹത്തിന് എന്താണ് എന്നോട് ഇത്ര സ്നേഹമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് ഇതുപോലെ തന്നെ സുരേഷ് ഗോപി വന്നൊരു കേക്ക് തന്നു, അയാൾക്കൊരു ചായ കൊടുത്ത് ഇത്ര വലിയ തെറ്റാണോ? എന്നാൽ ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഈ സുനിൽകുമാർ, ഒരു മേയർ ഇടതുപക്ഷം ഭരിക്കുന്ന ഈ കോർപ്പറേഷനകത്തേക്ക് മേയർ എന്ന നിലയ്ക്ക് ഒന്ന് കാണാൻ വന്നില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നു ഞാൻ 1000 കോടി ചെലവ് ചെയ്തിട്ടുണ്ട്, അത് മേയർ പറഞ്ഞില്ല. ഞാൻ പറയണമെങ്കിൽ എൻ്റെ അടുത്ത് വരണ്ടേ? ഞാൻ റോട്ടിലിറങ്ങി നിന്ന് പറയാൻ പറ്റൂ? ഇവിടുത്തെ മുൻ മന്ത്രിയായിരുന്ന സുനിൽകുമാർ 1000 കോടി ചെലവ് ചെയ്തിട്ടുണ്ടെന്ന് പറയാനുള്ള ഒരു വേദി ഉണ്ടാക്കണ്ടേ? ആകെ വന്നത് ആരാണ്? അദ്ദേഹം വന്നു. ഞാൻ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടു പോകുന്ന ആളല്ല. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം വേറെ, എൻ്റെ രാഷ്ട്രീയം വേറെ. പക്ഷേ എൻ്റെ ഓഫീസിനകത്ത് ഒരു കാൻഡിഡേറ്റ് വന്നാൽ ഒരു സാമാന്യ മര്യാദ പിടിച്ചിരുത്തി ചായ കൊടുത്തു. ഇത് ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സുനിൽകുമാറിന് എന്താണോ അങ്ങനെ തോന്നിയത്? ബാക്കി ആർക്കും പറഞ്ഞിട്ടുമില്ല, തോന്നിയിട്ടുമില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല.